ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാര സുധിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ നാട്ടിലെ ചെറുകണ്ടി കഞ്ഞിപ്പുരയിലെ കഞ്ഞിക്കുളി വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചക്ക മുറിച്ചിടുന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചക്ക കഴുകി അത് മറ്റൊരു ചെമ്പിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ 100 വയസ്സുള്ള നമ്മുടെ ചിരുതേടത്തിനെയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരുതേടത്തിനെ കണ്ടപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിരുതേടത്തിയോട് നമ്മുടെ പ്രത്യേക അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മൾ പാർട്ട് 1 കാണാത്തവർ എല്ലാവരും കാണണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ചക്കയും കഞ്ഞിയും പാചകം ചെയ്യുന്നതാണ്. അല്ല, തേങ്ങ ചിരവുന്ന ഇപ്പോഴത്തെ മിഷനാണെങ്കിൽ അമ്മിയും അരവും പഴയ തന്നെയാണ് കേട്ടോ. അങ്ങനെ പാചകം ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ചിരുതെടുത്തിയും സംഘവും അവതരിപ്പിച്ച ഒപ്പനയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അടിപൊളി 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 അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. അപ്പൊ രാജേട്ടാ, അപ്പൊ അമ്മേന്റെ പാട്ടെല്ലാം നമ്മൾ കണ്ട് നല്ലോണം പാട്ട് പാടുത്തന്ന് എല്ലാവരും ഡാൻസെല്ലാം കളിച്ച്. അപ്പൊ നമ്മൾ ഇല സെറ്റ് ചെയ്യല്ലേ? അങ്ങനെ നമ്മൾ ചക്കയിൽ അടുപ്പത്ത് വെച്ച് കേട്ടോ. ചക്ക ഏകദേശം ആയില്ലേ? നിങ്ങൾ ഇതെന്തല്ല ചക്കയിലിട്ട്? ഇനി വേണോ? ഇനി വെന്തിട്ട് നമ്മൾ ഇളക്കും. ഒന്ന് ഇളക്കണ്ട നമുക്ക്? മറിച്ചുണ്ടോ? ആയിക്കോട്ടെ. അപ്പൊ കൃഷ്ണേട്ടാ, അപ്പൊ നമ്മള് ചെറുപാര് പിന്നെ കവുകാൻ പോണ്ടി പോവല്ലേ? ചെറുപാര് കവുക അല്ലേ? ശരി, വെള്ളം ഒഴിച്ചോ. പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചങ്ങായും നമ്മുടെ സുഹൃത്തുമല്ലായ കൃഷ്ണേട്ടനാണ്. അപ്പൊ കിട്ടാട്ടോ, കൃഷ്ണേട്ടൻ പറഞ്ഞാൽ നമുക്ക് നാട്ടിലല്ല, കിട്ടാട്ടൻ തന്നെ പറയാം. അപ്പൊ കിട്ടാട്ടാ, അതായത് നമ്മുടെ ഈ കഞ്ഞിക്കുളി എന്നതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതൊന്ന് പറഞ്ഞാൽ എന്താണ് കഞ്ഞിക്കുളി? അപ്പൊ ഇത് കാണുന്ന ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. എന്താണ് കഞ്ഞിക്കുളി, എന്താണ് കൊട്ടിയോത്സവം, അത് മനസ്സിലാക്കി കൊടുക്കാന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയല്ല പരിപാടികൾ നടത്തുന്നത്? ഇതെന്ന് വെച്ചാല് നമ്മളിവിടെ കുറെ കാലായി എൻ്റെ അച്ഛൻ വരെ പോയിട്ടുണ്ട് ആണല്ലേ? ആ, അത് പിന്നെ തുടർന്ന് ഇവരെ പോകുന്നു. ഇതിങ്ങനെ തുടർന്ന് ഞാനൊരു 10-50 കൊല്ലമായി പോകുന്നല്ലേ? അതൊരു ശരിക്കും ഭയങ്കര ആഘോഷത്തിന്. അപ്പൊ കൃഷ്ണേട്ടാ, ഈ നെയ്യാമൃതം ഉണ്ടല്ലോ, എന്താണ് നെയ്യാമൃതം? നെയ്യാമൃതം നായർ സമുദായത്തിൽപ്പെട്ടവർ കൊണ്ടുപോകുന്നത്. നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് ഇത് കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോവാ?
അത് നേരെ കൊട്ടിയിലേക്ക് നേരെ നെയ്യാമ്പുറത്ത് വരെ നമ്മളെ പോലെ സങ്കേശം ഉണ്ടാവുമായിരിക്കും. അവിടെ നിന്ന് കുറച്ച് കുളിച്ച് നെയ്യ് അടിച്ച് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇളനീര് വരവ്. അതെങ്ങനെയാണ്? ഇളനീര് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോയി ചെണ്ടിയാട് പോകും. ഇവിടുന്ന് നേരെ കഞ്ഞിക്കുളി നടത്തിയാൽ ചെണ്ടിയാടേക്ക് പോകും. ചെണ്ടിയാട് ഞങ്ങൾ നെയ്ക്കാറ് നെയ്യാട്ടം കഴിയണം. നെയ്യാട്ടം കഴിഞ്ഞാൽ അവിടെ മുക്കിച്ചനാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു അമ്പലത്തിലേക്ക് മുക്കിച്ചന കഴിയണം. മുക്കിച്ചന കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ, അതായത് പിന്നെ ചെണ്ടാട് വരെ വണ്ടി പോയിട്ട് അവിടുന്ന് കൊട്ടിയിലേക്ക് നടന്നു പോകും. ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 50 കിലോമീറ്റർ നടന്നു. 50 കിലോമീറ്റർ നടന്നു പോകും. മക്കളെ, ഈ 50 കിലോമീറ്റർ നടക്കുമെന്ന് പറഞ്ഞാൽ അതൊരു സംഭവം. ഭയങ്കര വിഷമം. കാരണം ഇളനീരുണ്ടാവില്ല നമ്മുടെ അടുത്ത് അല്ലേ? ഇളനീരുണ്ടായിട്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ നടന്നു പോകുന്നത്. ഭാഗമായിട്ട് അല്ലല്ലേ? പെരുമാളെ വിളിച്ചോണ്ട് പോകും. പെരുമാളെ എന്താ പറയാ നേരെ പോകുമ്പോ? അതിന് എന്നോട് പെരുമാളത്തിന് പാട്ടും പഠിക്കാൻ പോയപ്പോൾ ഓന്ന് പറയും. ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെ? എല്ലാവരും പറഞ്ഞുകൊണ്ട് റോഡ് കൂടി പോകും അല്ലെ? അപ്പൊ അത് എത്ര ദിവസം വേണോ അല്ലെ? എത്ര ദിവസം വേണോ അടുത്ത്? അത് എടുത്തും അതായത് കൊട്ടൂരകത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ കേള സ്ഥലമുണ്ട്. കേളകത്ത് നമ്മൾ സ്റ്റേ ചെയ്യും. ഒരു ദിവസം അവിടെ നിൽക്കും. അതിനുശേഷം ആടുന്ന് വീണ്ടും 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 8 കിലോമീറ്റർ. അത് ആടുള്ള ആളുകളെയും നമ്മൾ ഇതിൽ കൂട്ടും. ആടുള്ള ആരും ഉണ്ടാവില്ല. താമസം ഒരു ദിവസം താമസിക്കുന്നത്. അത് ഒരു ലോഡ് ഇതുണ്ട്. കല്യാണം ഉണ്ടാവും. ആടുണ്ടാവും. എല്ലായിടത്തും ഭക്ഷണം എല്ലാം വെച്ച് അടവിലാക്കി നേരെ വീണ്ടും നമ്മൾ കൊട്ടുകയും 8 കിലോമീറ്റർ നടക്കണം. ആണല്ലേ? അവിടെ എത്ര ദിവസം കൊട്ടിയൂർ? എത്ര ദിവസം? കൊട്ടിയൂർ ഇളനീര് വിത്ത് കഴിഞ്ഞ് ഈ ഇളനീര് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കും. കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുകയുള്ളൂ. സ്കൂളുണ്ട്, സ്കൂളിൽ എല്ലാവരും വെക്കും. എല്ലാവരും അതായത് പല വടകരയൊന്നും പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ വെക്കുന്ന ടൈം ആവണം. അതിനൊരു സമയമുണ്ട്. ഇളനീര് വെക്കുന്ന ഒരു സമയം. ഇതൊരു തട്ടും പൊളയും കൂട്ടും. തട്ടുമ്പോളേയും കൂട്ടി. എന്താണ് ഈ തട്ടുമ്പോൾ എന്ന് പറയുന്നത്? നമ്മള് ഈ വാഴത്തട വാഴത്തട ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് തട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിന്റെ ഉള്ളിൽ പിന്നെ തിരക്ക്. അതായത് പല സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ ഈ ഇലോള് വെക്കും. എനക്കാദ്യം വെക്കണം, എനക്കാദ്യം വെക്കണം, എല്ലാവരും വെക്കും. എല്ലാവരും. അതൊരു പ്രത്യേക അനുഭവമാണ് അല്ലേ? ഉണ്ടാവുക. രാത്രി 2 മണിക്ക് ഉണ്ടാവും, 10 മണിക്ക് ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ സമയമുണ്ടോ? എല്ലാ സമയത്തും എല്ലാവരും ഒരു പോക്ക് തന്നെയാണ്. ഒരു പോക്ക് എല്ലാവരും ഒരേ സമയത്ത് പോകും. എല്ലാം പോകുന്നു. വൈകമൈക്കാ പോക്ക് തന്നെയാണ്. ആണല്ലേ? തിരക്കഴിഞ്ഞോട്ട് ഉണ്ടാവും. എന്നിട്ട് അതിന് ശേഷം നേരെ പോയിട്ട് പുഴ കുളിക്കുമോ? കുളി കഴിഞ്ഞ് നേരെ റൂമിൽ വരും. സ്കൂളിൽ വന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒരു തോർത്ത് മാത്രമാണ്. അതായത് ഈ നടന്നു പോകുന്ന വഴിയിലെ ഫുൾ തോർത്തലിട്ട് നമ്മൾ തോർത്ത് ഇങ്ങനെ ചുമലിക്കൊണ്ടിട്ട് ശേഷം നമ്മൾ പോവാം. ആണല്ലേ? നമുക്ക് ബാക്കിയുള്ള പരിപാടിയാണ് നടക്കേണ്ടത്. അവിടുന്ന് പിന്നെ ചക്ക നമുക്ക് ആകുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് കഞ്ഞീന്റെ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഉപ്മാവ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ സുനിയാട്ടുണ്ട്, ഉണ്ണിയാട്ടുണ്ട്, പ്രഭാരാട്ടുണ്ട്. ചായ വാരുന്ന പേര് മറന്നു കേട്ടോ. കൂടി രാധേച്ചുണ്ട്. പിന്നെ ഇവരെ വരുന്നു മാധവേടത്തിയുണ്ട്, കമലേച്ചുണ്ട്. പിന്നെ ഒരുപാട് ആളുടെ കേട്ടോ. ഇന്ന് പറഞ്ഞാൽ തീരാത്ത അത്ര ആൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രഭാരട്ടോ, ഇതുണ്ടല്ലോ ശരിക്കും ഭയങ്കര സൗഹൃദമല്ല ഇത്? ഭയങ്കര സൗഹൃദം കൂട്ടാൻ ഇത്. നമുക്ക് ഉപ്പാവുന്ന അങ്ങനെ കണ്ടത് ഒരിലയിൽ നിന്ന് 2 ആളാണ് ഉപ്പാവുന്നത്. അത് ഭയങ്കര സംഭവമാണ്. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ. ഈ കടഞ്ഞ പ്രദേശത്ത് നിന്ന് നമ്മളെ പുറത്ത് ജോലിക്ക് പോയ ഒരുപാട് ആളുകൾ, മദ്രാസ്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. അവർക്കെല്ലാം ഇത് ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ സമയത്ത് വന്നിട്ട് ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അല്ലേ? ഓരും കൂടി വരണം. ഈ സമയത്ത് എല്ലാവരും നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഒരു ചടങ്ങിൽ നിങ്ങളും വരണം, പങ്കെടുക്കണം. അപ്പൊ നമ്മളെ ചങ്ങായിമാരെ, കിടഞ്ഞിയിലെ കഞ്ഞിക്കുള്ളിയിലെ വിശേഷം ഇവിടെ തീർന്നില്ല കേട്ടാ. അടുത്ത ഒരു ഭാഗം കൂടി നിങ്ങളെ കാണിക്കാനുണ്ട്. എന്തായാലും തൽക്കാലം ഇന്ന് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അടുത്ത ഭാഗത്ത് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.